ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എൻ്റെ സുഖമാണ് കേൾക്കുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും ഇക്വൽ ലൈഫ് എങ്ങനെ കളറാക്കും, ഒരുമിച്ച് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിൽക്കണം, അങ്ങനെയൊക്കെ കുറേ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾ മാത്രമായിട്ട് സംഭവമുണ്ട്. അതായത് നമ്മൾ ക്ലാസ് ഉഷാറാവണം എന്നുള്ള ഒരു ഇതുണ്ട്. ചിലപ്പോൾ ചില ക്ലാസ്സിലൊക്കെ ഒരേമാതിരി ആവില്ല, അപ്പോൾ എല്ലാവരും വേറെ വേറെയാണ്. അപ്പോൾ ഒരു ക്ലാസ്സിൽ നമ്മളെ സ്വന്തം ക്ലാസ്സിൽ എങ്ങനെ കളറാക്കുന്നു അതിൻ്റെ വീഡിയോ വെച്ച് ഞാൻ പറയാനാണ്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളെ അഭിപ്രായം പറയണം, കമൻറ്റിൽ അറിയിക്കണം. ഏതാ സൂപ്പർ, അടിപൊളിയാണോ അല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾ അഭിപ്രായം പറയണം. ഓക്കെ, അപ്പോൾ തുടങ്ങിയല്ലേ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ +1 തുടങ്ങാമെന്ന് വിചാരിച്ചോ. അപ്പോൾ പല സ്ഥലത്തുനിന്നും വരുന്ന കുട്ടികളെക്കാരും, അപ്പോൾ ആർക്കൊന്നും പരിചയം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും മുന്നിൽ നിന്നാണ്ട് ഇങ്ങനെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓരോരുത്തരൊക്കെ വന്നിട്ട് പറയായിരിക്കും. അപ്പോൾ എല്ലാവരും പരിചയപ്പെടുത്തിട്ട് നമ്മളെ ബെഞ്ചുമുള്ളൊക്കെ കയ്യൊക്കെ കുറച്ചിട്ട് ഇങ്ങനെയാണ് സ്ഥലം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാവരും കമ്പനി ആയി കഴിഞ്ഞിട്ട് പിന്നീട് എന്ത് വരും, ക്ലാസ് ടീച്ചർ വരും, അതുപോലെ തന്നെ എർമാച്ച് വരും, അതുപോലെ തന്നെ എല്ലാവരും വരും, ഒരു ക്ലാസ്സിലേക്ക് വരും. അപ്പോൾ ഇതാണ് നമ്മളെ ക്ലാസ് ടീച്ചർ എന്നുള്ളതൊക്കെ ഓരോന്ന് പരിചയപ്പെട്ടിട്ട് പിന്നെ അവരുടെ സ്ഥലം എന്നൊക്കെ ടീച്ചറോട് ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്യും, പിന്നെ ടീച്ചർ എവിടെ സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെ എല്ലാവരും എന്ത് ചെയ്യുക, അതേപോലെ പറയുക. പിന്നീട് ഈ സ്കൂൾ തുറക്കുന്ന ടൈമിൽ നോട്ടുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറയുമ്പോൾ കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ്സിൽ എല്ലാവരും നോട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു കുട്ടിക്ക് നോട്ടൊക്കെ ഉണ്ടാവില്ല, ചിലപ്പോൾ അതൊരു പാവപ്പെട്ട ഒരു കുട്ടിയേക്കാരം. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയൊക്കെ നല്ല എല്ലാവരും ഒരുമിച്ച് എങ്ങനെ ആക്കലെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ എല്ലാ ക്ലാസ്സിലും ഇപ്പോൾ നോട്ടൊക്കെ ഉണ്ട്, ഒരു കുട്ടിക്ക് മാത്രമല്ല നോട്ടൊക്കെ ഇല്ലാത്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്മളെ ബെഞ്ചിന്മേൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ബെഞ്ചിന്മേൽ കൂടെ കുട്ടിക്കാണിപ്പോൾ നോട്ടൊക്കെ ഇല്ല വിചാരിച്ചത്. ഈ കുട്ടി ഇപ്പോൾ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യുക, അവരെ മുന്നിൽ പോവുക, കാര്യങ്ങൾ പറയുക. അതായത് 10 നോട്ടൊക്കെ ഉണ്ടാവുമല്ലോ, ആയിക്കോട്ടെ, എത്ര നോട്ടൊക്കെയാണ് എത്ര നോട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒന്ന് എത്ര നോട്ടൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവരും എത്തും. ഓരോ കാലത്തുനിന്ന് വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അക്കൗണ്ടിൻ്റെ ഒക്കെ നോട്ടൊക്കെ ഫുള്ളായിട്ടുണ്ടാവും, കണക്കും കാര്യങ്ങളും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നോട്ടിക്ക് ഒന്ന് എക്സ്ട്രാ വെക്കണ കുറേ കുട്ടികളുണ്ട് എല്ലാവർക്കും. ആ എക്സ്ട്രാ ബുക്ക് ഓരോ കൈ കൊടുത്താൽ ആ ലൈഫിൽ ഹാപ്പി ആയിരിക്കും. പിന്നീട് കുറേ കഴിഞ്ഞിട്ടല്ലേ പിന്നെ എക്സ്ട്രാ ബുക്ക് ആവശ്യം വരിക. അതുവരെ ബുക്ക് വെറുതെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു കുറച്ച് മൈൻഡിൽ വെക്കുക. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യും, ഒരു ഉപകാരപ്പ് വരും. അതായത് കുട്ടിയെ നാളെ ഞാൻ നോട്ട് കൊണ്ടുവരാം, എൻ്റെ ഒരു എക്സ്ട്രാ ബുക്കുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരാന്നറിയാം, അവനേക്കാരം. പക്ഷേ അവൻ്റെ ബുദ്ധിമുട്ട് ആരും ചോദിച്ച് ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളെ കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ തന്നെ കാര്യം. ഒന്ന് നോക്കി അപ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് എല്ലാവരും ഓക്കെ അല്ലേ, ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ തരണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും ഓക്കെ ആയതിൻ്റെ ശേഷം പിന്നെ നമ്മളെ ക്ലാസ്സിൽ വിഷയങ്ങളും ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചെടുത്ത് സാറുമാരോട് എങ്ങനെ പെരുമാറണം അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ പിന്നെ ഓണപ്പരിപാടി ആകുമ്പോൾ എല്ലാവരും ഒരു ക്ലാസ്സിൽ ഒരു ലീഡർമാരുണ്ടാവും. അപ്പോൾ ഒരു ലീഡർമാർ പറയാം, നമ്മൾ ഓണം ഒന്ന് കളറാക്കണം. അപ്പോൾ എല്ലാവരും കൂടി എന്ത് ചെയ്യും, ഒരുമിച്ച് പൈസ ഒക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് ഓണപ്പരിപാടിയൊക്കെ എൻജോയ് ചെയ്തിട്ട് പിന്നീട് അടുത്ത പരിപാടി ആകുമ്പോൾ അങ്ങനെ ഓരോ പരിപാടി ഇങ്ങനെ വന്ന്
ആർക്കും ഒരു പ്രശ്നമില്ലാതെ നല്ല രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരു ക്ലാസ് ലൈഫ് അടിപൊളിയായിരിക്കും. പിന്നെ പരീക്ഷ ടൈമിലൊക്കെ ആകുമ്പോൾ അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് ആർക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ, റഷ്യൻ്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമ്മൾ തരാം, അങ്ങനെയൊക്കെ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് സെറ്റാക്കുക, കളർഫുള്ളാക്കുക. അപ്പോഴാണ് ഒരു ക്ലാസ്സിൽ എങ്ങനെ അടിപൊളിയാവും എന്നുള്ളത് ഒരു എക്സാമ്പിളാണ്. അതാണ് ഏറ്റവും വലിയ, എല്ലാവർക്കും ആർക്കും ഒരു കുറവുണ്ടാകാൻ പാടില്ല. എല്ലാവരും ഒരേമാതിരി ആയാൽ നമുക്കും സന്തോഷമായിരിക്കും, ആ കുട്ടിക്കും സന്തോഷമായിരിക്കും, ഗേൾസിന് സന്തോഷമായിരിക്കും, എല്ലാവർക്കും സന്തോഷമായിരിക്കും. പക്ഷെ ഒരാൾ മാത്രം മാറ്റി നിർത്തുന്ന പരിപാടിയൊന്നും ഒരിക്കലും നിൽക്കരുത്. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും ചേർത്ത് പിടിക്കുക. അവൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ കൂടെ നിന്നുറക്കുക. അപ്പോൾ ഓരോ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചെറിയ ഇങ്ങനെ പറയും, താറില്ല പോട്ടെ ഒന്ന് പറയാൻ ഒരാളുണ്ട് എന്നുള്ളൊരു ധൈര്യം ഓക്കുണ്ടാവും. അതാ പറഞ്ഞത്, നമ്മുടെ ക്ലാസ്സിൽ ഒരു കുറവുണ്ടാകാൻ പാടില്ല. എല്ലാവരും അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് പോയാൽ പിന്നീട് പ്ലസ് ഇതേമാതിരി പ്ലസ് തീരെ പഠിച്ചവരൊക്കെ പോയ ആൾക്കാർ പിന്നെ സ്കൂൾ ലൈഫ് പ്ലസ് 1 തുറക്കം വെച്ചാൽ പ്ലസ് 2 വരെ നിന്ന ആൾക്കാർ പിന്നെ 5 വർഷം കഴിഞ്ഞാലും എല്ലാവർക്കും കോണ്ടാക്ട് ചെയ്യുക, വാട്സപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും ഒരേ ക്ലാസ്സിൽ വന്ന് ഇരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ തന്നെ മക്കളെ. ചെയ്ത് നോക്കി. അതാണ് സ്കൂൾ ലൈഫ് ഏറ്റവും കിട്ടുന്ന ലൈഫ് എന്ന് പറയുന്നത്. 5 വർഷം കഴിഞ്ഞിട്ട് സ്കൂൾക്ക് വരണ ഉച്ചക്ക് ഒരു ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ തന്നെ മക്കളെ. ഇങ്ങനത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ.